കുട്ടികൾ നമ്മൾ പറയുന്നതല്ല ചെയ്യുക, നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുക. അവര് റീൽസും ഈ പറഞ്ഞ ഹൈലി ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കണ്ട് 2x മോഡിൽ പോകുന്ന ഒരു ബ്രെയിൻ ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്ന് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു 0.5x പോകുന്നത്. 2 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിക്ക് സ്ക്രീൻ ടൈമേ പാടില്ല എന്നാണ്. എന്ത് കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഫെർട്ടൈൽ ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. അപ്പം നമ്മൾ കുട്ടികളെ ബോറടിക്കാൻ അനുവദിക്കണം. നമ്മുടെ ബ്രെയിൻ ഒരു വളരെ മടിയനായിട്ടുള്ളൊരു ബ്രെയിനാണ്. ആ ബ്രെയിനിന്റെ പണിയെല്ലാം ഏതെങ്കിലുമൊക്കെ ഡിവൈസസിലേക്ക് തള്ളിവിടാനായിട്ട് ശ്രമിക്കും. അതുപോലെ ഫോൺ നമ്പർ, നമ്മുടെ തന്നെ രണ്ടാമത്തെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുന്നില്ല, കാരണം അത് മൊബൈലിലുണ്ട്. പിള്ളേർ ബഹളം ഉണ്ടാക്കിയാൽ എല്ലാം അപ്പം തന്നെ നമ്മൾ സാധിച്ചു കൊടുക്കുക. അങ്ങനെ സാധിച്ചു കൊടുക്കുമ്പോൾ ജീവിതത്തിൽ അവൻ വേറൊരു സാഹചര്യത്തിൽ അവനത് കിട്ടിയില്ല, അപ്പം അവനത് സഹിക്കാൻ പറ്റില്ല. കാരണം എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എനിക്ക് വളർത്തണം എന്ന് പറയുന്നതാണ് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം. അപ്പോൾ നമ്മൾ അവരുടെ കൂടെയുണ്ട്, പക്ഷേ നമ്മൾ അവരുടെ കൂടെയില്ല. ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റോറി സെറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ജെൻ ആൽഫയാണ്. സോ തീർച്ചയായും നമുക്ക് പറയാം 2010 മുതൽ 2025 വരെയുള്ള ഒരു ഫുള്ളി ഡിജിറ്റൽ ജനറേഷൻ തന്നെയാണത്. മാത്രമല്ല സംസാരിക്കാൻ കഴിയുന്നതിന് മുൻപേ സ്വൈപ്പ് ചെയ്യാൻ പഠിച്ച ഒരു തലമുറ. ഓഫ് കോഴ്സ് യെസ്, പ്ലേ ഗ്രൗണ്ടിന് പകരം വെർച്വൽ വേൾഡ്, ബുക്സിന് പകരം സ്ക്രീൻസ്, ടീച്ചേഴ്സിനോടൊപ്പം അൽഗോരിതം. അത് തന്നെയാണ് ജെൻ ആൽഫയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് സ്റ്റഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു കാലത്ത് ഓരോ ആഴ്ചയിലും 20 മുതൽ 25 ലക്ഷം വരെ കുട്ടികളാണ് ജനിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് മറ്റേതൊരു ജനറേഷനേക്കാൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് ഇന്ന് ലോകത്തിൽ നിൽക്കുന്നത് ജെൻ ആൽഫ തന്നെയാണ്. അപ്പോൾ മറ്റ് ജനറേഷനിൽ നിന്ന് എങ്ങനെ ജെൻ ആൽഫ വ്യത്യസ്തമാവുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ വൺ ആൻഡ് ഓൺലി ആൻസർ ഈസ് ഇൻ്റർനെറ്റ്. ജെൻ ആൽഫ, ദ റൈസ് ഓഫ് ഐപാഡ് കിഡ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനു മെൽവിൻ ജോയ് ആണ്. ഹായ് സർ. ഹായ്, നമസ്കാരം. നമസ്കാരം. സോ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ജെൻ ആൽഫയെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ജെൻ ആൽഫ എന്ന് പറയുന്നത് നമ്മളിതാ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. ഒരുപാട് കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും ഇനിയും ഒരുപക്ഷെ പഠനങ്ങൾ ഒരുപാട് കണ്ടെത്താനുണ്ടാവും. അതെ, ഞാൻ ലൈവായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു കാറ്റഗറിയാണ് ജെൻ ആൽഫ. കാരണം എൻ്റെ 2 മക്കളാണുള്ളത്, 2 പേരും ജെൻ ആൽഫയാണ്. അപ്പോൾ ദൂരെ നിന്ന് കണ്ടല്ല, അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ജെൻ ആൽഫയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ജെൻ ആൽഫ ആദ്യമായിട്ട് കേട്ടത് ചിലപ്പോൾ അലക്സയുടെ ശബ്ദമായിരിക്കും. ആദ്യമായിട്ട് കണ്ടത് സ്ക്രീനിലെ ആരുടെയെങ്കിലും മുഖമായിരിക്കും. ആദ്യമായിട്ട് കളിക്കാൻ കിട്ടിയ കളിപ്പാട്ടം ഒരു ഐപാഡോ ടാബ്ലറ്റോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ലോകത്തെ കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. ആ വ്യത്യസ്തതകൾ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ പ്രശ്നം ജെൻ ആൽഫയല്ല, പ്രശ്നം നമ്മളാണ്. അവർ വളർന്നു വരുന്ന ലോകമാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പരുവപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. അതെ, അവരൊരു കളിമണ്ണ് പോലെയാണ്. അതിനെ എങ്ങനെ ഏത് ആകൃതിയിലാക്കണം എന്നുള്ളത് ആ ഒരു കളിമണ്ണ് നിർമ്മിക്കുന്ന ആ വ്യക്തിയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വളരെ വളരെ ഫ്ലെക്സിബിളാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അവരുടെ ലോകം എങ്ങനെ നമ്മൾ സ്ട്രക്ചർ ചെയ്യണം, എങ്ങനെ അവരെ വളർത്തിയെടുക്കണം എന്നുള്ളത് ആസ് പേരൻസ്, ടീച്ചേഴ്സ് നമുക്ക് വലിയൊരു റോളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ ചർച്ച ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ജെൻ ആൽഫയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫുള്ളി ഡിജിറ്റൽ എറയിലേക്കാണ് അവർ ജനിച്ച് വീണത് തന്നെ. അപ്പം പാരൻസിന് ഒരുപാട് കൺസേൺ ഉണ്ടാവും. അവരുടെ പ്രസന്റ് എന്താണ്, ഫ്യൂച്ചർ എന്താണ്, അവർ ഈ ഒരു ഡിജിറ്റൽ എറയിൽ ആരെ വിശ്വസിക്കണം, വിശ്വസിക്കേണ്ട. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ വലയം ഒരുപക്ഷെ പാരൻസ് തീർക്കുന്നുണ്ടാവും. അപ്പോൾ എത്രത്തോളമാണ് അവർ ഇങ്ങനെ സുരക്ഷിതത്വ ബോധം അനുഭവിക്കുന്നത്? അത്രത്തോളമൊക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ എല്ലാ പേരൻസിനെ പോലെ ജെൻ ആൽഫയുടെ പേരൻസും വളരെയധികം ഓവർ പ്രൊട്ടക്റ്റീവ് ആണ്. കാരണം അവർ കുട്ടികളുടെ കാര്യത്തിൽ, കാരണം നമ്മളൊരു ന്യൂക്ലിയർ കുടുംബത്തിലാണ് ഇപ്പോൾ എല്ലാ കുട്ടിയും ജനിച്ച് വീഴുന്നത്. അപ്പോൾ പണ്ട് ഒരു കൂട്ടുകുടുംബം ആവുമ്പോൾ അത് അവർക്ക് വലിയൊരു കൺസേൺ അല്ല. കാരണം വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും നോക്കാൻ. ഇതിപ്പോൾ പേരൻസ് മാത്രമാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഓവർ പൊസസീവ്നെസ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ്നെസ്
കാണിക്കുന്നത് വളരെ നാച്ചുറലാണ്. അതിന് സൈക്കോളജിയിൽ ഒരു ടേം തന്നെയുണ്ട്, ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹെലികോപ്റ്റർ നമ്മുടെ മുകളിൽ ഇങ്ങനെ എപ്പോഴും നിൽക്കുന്നത് പോലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾ എവിടെ പോകുന്നു, അത് ടീനേജേഴ്സിനൊക്കെയാണ് വളരെയധികം അലോസരപ്പെടുന്ന ഒരു കാര്യമാണ്. നീ ആരുടെ കൂടെ പോയി, നീ അവരുടെ ഫോൺ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക, സെർച്ച് ഹിസ്റ്ററി നോക്കുക, അവരെന്തൊക്കെ ചെയ്യുന്നു, അവരുടെ മുറി തുറന്ന് നോക്കുക, അവരില്ലാത്ത സമയത്ത് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുക. അങ്ങനെ വളരെ ഇൻട്രൂസീവ് ആയിട്ടുള്ള ഒരു പേരൻറ്റിങ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് അവർക്കൊരു സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്പേസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വളർച്ച മുരടിച്ചു പോകും. അപ്പോൾ നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ ആ ഒരു ഫാക്ടർ ഒരിക്കലും കുട്ടികളുടെ വളരാനുള്ള സ്പേസിന് വിഘാതമായിട്ട് നിൽക്കരുത് എന്ന് ഓരോ പേരൻറ്റും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് IQ ആണ് ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സക്സസ് തീരുമാനിക്കുന്ന ഒരു ഘടകമെന്ന്, ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റ്. പിന്നെ ഡാനിയൽ ഗോൾഡ്മാൻ ഇമോഷണൽ കോഷ്യൻറ്റ് വന്നു, വൈകാരികമായ ഒരു ഇൻ്റലിജൻസ് നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് തന്നെ സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു കോൺസെപ്റ്റ് വന്നു. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ബന്ധപ്പെടുന്നു, എങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് കൊണ്ടുപോകുന്നു. പക്ഷേ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AQ ആണ്, അഡ്വേഴ്സിറ്റി കോഷ്യൻറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ആ ഒരു അറിവിനെയാണ്, ആ ഒരു ഇൻ്റലിജൻസിനെയാണ് അഡ്വേഴ്സിറ്റി കോഷ്യൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ ഒരുപാട് മേഖലയിൽ വീണു പോകുന്നത് ഈ തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴാണ്. ഇറ്റ്സ് വെരി ഈസി ടു കോപ്പ് അപ്പ് വിത്ത് സക്സസ്, ബട്ട് ഇറ്റ് ഈസ് വെരി ടഫ് ടു കോപ്പ് അപ്പ് വിത്ത് ഫെയിലിയർ. അപ്പോൾ ആ പരാജയത്തെ എങ്ങനെ സ്വീകരിക്കാൻ നമ്മൾ കുട്ടികളെ തയ്യാറെടുപ്പിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ചോദ്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് ഓപ്ര വിൻഫ്രിയുടെ ഒരു ജീവിതകഥ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. 8ാമത്തെ വയസ്സ് മുതൽ അവർ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. അവർ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു. 14ാമത്തെ വയസ്സിൽ അവർ പ്രഗ്നൻ്റായി. ആ ഉണ്ടായ കുട്ടി അവരുടെ കൺമുമ്പിൽ വെച്ച് മരിച്ചു പോവുകയാണ്. അപ്പം ഇത്രത്തോളം പ്രതിസന്ധികൾ വരുമ്പോൾ ഒരാൾക്ക് ജീവിതം മതിയാക്കാനും തളർന്നു പോകാനും ധാരാളം മതി. പക്ഷേ അതെല്ലാം അവരെ തളർത്തുകയല്ല, ജീവിതത്തിലേക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം തരികയാണ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യാനായിട്ട് ഈ പ്രതിസന്ധികളാണ് അവരെ ആ ഒരു വലിയൊരു വ്യക്തിയാക്കാൻ സഹായിച്ചതെന്ന്. അപ്പോൾ അതാണ് അഡ്വേഴ്സിറ്റി കോഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളെ ഈ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അവരെ ഈ പ്രതിസന്ധിയിൽ വളരാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത്. അത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിൽ ഒരു കൊക്കൂൺ കാണുന്നു. അപ്പോൾ ആ കൊക്കൂണിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു കൗതുകം തോന്നി. കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ ആ കൊക്കൂണിൻ്റെ ചുറ്റും ഒരു ചെറിയ ക്രാക്ക് വന്നു. അതിനകത്തുനിന്ന് ആ ഒരു ചിത്രശലഭം പുറത്തു വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കുറേയും കൂടി വളരെ ശ്രദ്ധയോടെ അത് കണ്ടു നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കാല് പുറത്തു വന്നു. പക്ഷേ എന്നാലും അത് ഒരുപാട് ശ്രമിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതിന് പുറത്തു വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും ഒന്നും സംഭവിക്കുന്നില്ല, പുറത്തു വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾ വേറെ അക്ഷമനായി. അങ്ങനെ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ആ പൂമ്പാറ്റ അതിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നി. അയാൾ ആ കൊക്കൂൺ പൊട്ടിച്ച് അതിനെ പുറത്തെടുത്തപ്പോൾ വന്നത് വളരെ ഒരു അഗ്ലി ആയിട്ടുള്ള വളരെ അപൂർണമായിട്ടുള്ള ഒരു പൂമ്പാറ്റയാണ്. അതിൻ്റെ ചിറകുകൾക്ക് വളർച്ചയില്ലായിരുന്നു, അതിൻ്റെ ശരീരത്തിന് വളർച്ചയില്ലായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അത് ചത്തുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ ചെയ്തത് ആ പൂമ്പാറ്റയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ആ
പൂപ്പയിൽ നിന്ന് പുറത്തു വരാനുള്ള, ആ കൊക്കൂണിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമങ്ങളാണ് അതിൻ്റെ ചിറകുകൾക്ക് ശക്തി നൽകുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നിങ്ങൾ എന്താണ് ബൈപ്പാസ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അതിന് വളരാനുള്ള ആ ഒരു സ്ട്രഗിൾസിൽ നിന്ന് അതിനെ മാറ്റിയപ്പോൾ അതിൻ്റെ ജീവിതം തന്നെയാണ് നിങ്ങൾ നശിപ്പിച്ചത്. അപ്പോൾ ഈ കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നമ്മുടെ പേരൻസിന് പറ്റുന്ന ഒരു വലിയ തെറ്റ്. കാരണം എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എനിക്ക് വളർത്തണം എന്ന് പറയുന്നതാണ് അവരോട് ചെയ്യാവുന്ന ഒരു ഏറ്റവും വലിയ ദ്രോഹം. കാരണം അവരെ വളരാൻ അനുവദിക്കണമെങ്കിൽ, അവർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കണമെങ്കിൽ, അവർക്ക് വീണാലും വീണ്ടും ഉയർത്തെഴുന്നേക്കാനുള്ള ആ ഒരു ഊർജം കിട്ടണമെങ്കിൽ, ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ അവരെ വീഴാൻ അനുവദിക്കണം. അവർക്ക് വീഴാനും പഠിക്കാനും വീണ്ടും എഴുന്നേൽക്കുവാനുമുള്ള ഒരു സേഫ് സ്പേസ് നമ്മൾ കൊടുക്കണം. അത് വളരെ എഫേർട്ട്ഫുള്ളായിട്ട് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ അവരുടെ മക്കൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഹെൻറി ഫോർഡ്, അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കളെ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് റോഡിലേക്ക് അദ്ദേഹം പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽക്കാരൊക്കെ ചോദിക്കുമായിരുന്നു, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്, നിങ്ങളുടെ മക്കളെ എന്തിനാണ് ഇങ്ങനെ റോഡിൽ ഷൂ പോളിഷ് ചെയ്യാൻ ഇരുത്തി അവരെ കഷ്ടപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ ഹെൻറി ഫോർഡ് പറഞ്ഞതാണ്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്കിന്ന് ലോകത്തിലെ ഒരു ധനികനാവാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു ധനികൻ്റെ മകനായിട്ട് അവൻ ജീവിച്ചു കഴിഞ്ഞാൽ അവനൊരിക്കലും ജീവിതത്തിൽ വളരാൻ സാധിക്കില്ല. അതുകൊണ്ട് അവന് കഷ്ടപ്പെടാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അവന് വളരാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് ഹെൻറി ഫോർഡ് പറഞ്ഞത്. അപ്പോൾ അതിന് സൈക്കോളജിക്കലായിട്ടൊരു ബാക്കിങ്ങും ഉണ്ട്. ഏഞ്ചല ഡെക്വർത്തിൻ്റെ ഗ്രിറ്റ് എന്ന് പറഞ്ഞൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളിൽ നടത്തി. അപ്പോൾ അവർ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഫാമിലി ഹിസ്റ്ററി, അവരുടെ ഹെൽത്ത്, അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ എഡ്യൂക്കേഷൻ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ ഒരാളുടെ സക്സസ് തീരുമാനിക്കുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗ്രിറ്റ് ആണെന്നവർ മനസ്സിലാക്കി. റെസീലിയൻസ്, ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇൻഡിക്കേറ്ററാണ് ഗ്രിറ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വീഴാതെ നോക്കുകയല്ല ചെയ്യേണ്ടത്. അവൻ വീണാലും അവൻ അപകടമൊന്നും പറ്റില്ല എന്നുറപ്പ് വരുത്തുക. അവൻ വീണാലും അവൻ വീണ്ടും എഴുന്നേൽക്കുന്നുണ്ട് എന്നുറപ്പ് വരുത്തുക. അവന് വീഴാനും എഴുന്നേൽക്കാനും പഠിക്കാനും വളരാനുമുള്ള സേഫായിട്ടുള്ള ഒരു സ്പേസ് അവരൊരുക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ പേരൻസിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞ് അയ്യോ നടന്നാൽ അവൻ്റെ കുഞ്ഞിക്കാല് വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവനെ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനൊരിക്കലും നടക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം അവനെ താഴെ വെക്കണം. അവൻ്റെ കാലുകൾ ചിലപ്പോൾ വേദനിക്കും, കുഴപ്പമില്ല. നടക്കുമ്പോൾ അവൻ വീഴും, അവൻ പിന്നെ എഴുന്നേക്കും. ഓടുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇടിക്കും, അവൻ്റെ മുട്ട് പൊട്ടും. പക്ഷേ അതെല്ലാം ആ വളർച്ചയുടെ ഭാഗമാണ്. ആ വളർച്ചയുടെ ഭാഗമാവാൻ അവനെ അനുവദിക്കുന്നതാണ് നമുക്ക് അവനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കാരുണ്യം. ജെൻ ആൽഫയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് വേൾഡിലാണ് അവർ ജനിച്ചതും വളർന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം. കുറച്ചുകൂടെ ഭയങ്കര ഫാസ്റ്റാണ് അവർ ചിന്തിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഓരോ കാര്യത്തിലും അവർ ശരിക്കും അക്ഷമരാണോ? എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നൊരു ബോധത്തോടു കൂടിയാണ് അവർ ഓരോന്ന്. അത് നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവർ ജനിച്ചു വീണ ഒരു ലോകം അതുപോലത്തെ ഒരു ലോകമാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ലോകമാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് കാത്തിരുന്ന് ശീലിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ TV ആദ്യം വന്നപ്പോൾ, മുമ്പത്തെ ജനറേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ TV ആദ്യം വന്നപ്പോൾ നമ്മളൊരു പ്രോഗ്രാം കാണാനായിട്ട് വൈകുന്നേരം ചിത്രഗീതം കാണണമെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം കാത്തിരിക്കണം. അപ്പോഴേ പുതിയ പാട്ടുകൾ കാണാൻ പറ്റുള്ളൂ. ഒരു സിനിമ കാണണമെങ്കിൽ ഞായറാഴ്ച 4 മണി വരെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്ന ശീലമുള്ളൊരു ജനറേഷനാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു സിനിമ കാണണമെങ്കിൽ നമുക്ക് യൂട്യൂബ് നോക്കിയാൽ കാണാൻ സാധിക്കും. നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ സൊമാറ്റോ നമുക്ക് കൊണ്ടുവന്ന് തരും. നമുക്കൊരു ഡ്രൈവറെ വേണമെന്നുണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഊബറിൽ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ എല്ലാം പെട്ടെന്ന് കിട്ടുന്ന ഒരു സാഹചര്യമാണ്, ഒരു ലോകമാണ് ഇന്നുള്ളത്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു ലോകം. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു ലോകത്തിൽ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ക്ഷമ കുറയുന്നത് വളരെ
നോർമലായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് കുട്ടികളുടെ പ്രശ്നമല്ല, ആ കുട്ടികൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അവർക്കെല്ലാം പെട്ടെന്ന് കിട്ടിയുള്ള ശീലമുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കുട്ടികൾക്ക് ക്ഷമയില്ല എന്ന് തോന്നുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യവും അവർ വളർന്നു വന്ന സാഹചര്യവും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, മാർഷ്മെലോ എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആണ്. അത് 1952 തോന്നുന്നത് എക്സ്പെരിമെൻ്റ് നടത്തിയത്. അപ്പോൾ അതിൽ ഒരു കൂട്ടം കുട്ടികളെ അവർ ഒരു ലാബിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഓരോ കുട്ടിയായിട്ട് റൂമിലേക്ക് വിളിച്ചു. ആ കുട്ടിയെ കസേരയിലിരുത്തി. ആ കുട്ടിയുടെ ഫ്രണ്ടിൽ ഒരു പാത്രത്തിൽ ഒരു മാർഷ്മെലോ വെച്ചിട്ടുണ്ട്. മാർഷ്മെലോ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിയാണ്. അപ്പോൾ ആ ക്യാൻഡി ആ കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, നീ 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരു മാർഷ്മെലോ കൂടി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെറ്റിൽ പോയി സെർച്ച് ചെയ്താൽ മതി, മാർഷ്മെലോ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം പല കുട്ടികളും ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്നു. ചിലർ അത് എടുത്ത് നോക്കുന്നു, മണത്ത് നോക്കുന്നു. അങ്ങനെ അത് അവർ ഒരുപാട് കുട്ടികളിൽ ഈ ടെസ്റ്റ് നടത്തി. അപ്പോൾ ചില കുട്ടികൾ അത് ആദ്യമേ തന്നെ അത് കഴിക്കും. ചില കുട്ടികൾ ഒരു 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കഴിക്കും. ചില കുട്ടികൾ അവസാനം എത്താറാകുമ്പോൾ തൊട്ട് മുമ്പ് കഴിക്കും. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അത് കഴിക്കാതിരിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു മാർഷ്മെലോ കിട്ടുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഇവർ ഈ ചെയ്ത കുട്ടികളിൽ തന്നെ ഒരു സ്റ്റഡി നടത്തി. അപ്പോൾ അവരുടെ ജോലി, അവരുടെ കുടുംബം, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇതെല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഈ രണ്ടാമത്തെ മാർഷ്മെലോ കിട്ടാനായിട്ട് ഫസ്റ്റ് മാർഷ്മെലോ റെസിസ്റ്റ് ചെയ്ത കുട്ടികൾക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സക്സസ് കൂടുതലാണെന്ന് അവർ കണ്ടു. അപ്പോൾ നല്ലതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് ഉള്ള കുട്ടികൾ ജീവിതത്തിൽ കൂടുതൽ സക്സസ്ഫുൾ ആവുന്നു എന്ന് അവർ കണ്ടു. ദാറ്റ് ഈസ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ടി വി കാണാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പഠിച്ചിട്ട് ടി വി കാണാം. അപ്പോൾ ഏതാണ് ആദ്യം പ്ലഷർ ഓർ വർക്ക്? അപ്പോൾ ആദ്യം വർക്ക് പിന്നെ പ്ലഷർ, അതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം പ്ലഷർ പിന്നെ വർക്ക്, അതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു പ്രാധാന്യം അവിടെയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് കുട്ടികളിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പോഴത്തെ പേരൻസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിള്ളേർ ബഹളം ഉണ്ടാക്കിയാൽ എല്ലാം അപ്പം തന്നെ നമ്മൾ സാധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സാധിച്ചു കൊടുക്കുമ്പോൾ ജീവിതത്തിൽ അവൻ വേറൊരു സാഹചര്യത്തിൽ അവനത് കിട്ടിയില്ല, അപ്പം അവനത് സഹിക്കാൻ പറ്റില്ല. അവനൊരു പെൺകുട്ടിയോട് എന്തെങ്കിലും ഒരു ഇഷ്ടം പറഞ്ഞു, ആ പെൺകുട്ടി അത് അക്സെപ്റ്റ് ചെയ്തില്ല, അവനത് സഹിക്കാൻ പറ്റില്ല. അവനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു, ആ ജോലി ഫസ്റ്റ് ജോലിക്ക് കിട്ടിയില്ല, അവനത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവനൊരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനിയിലെ ഫസ്റ്റ് ഒരു പിച്ചിന് പോയപ്പോൾ അവരെ റിജക്റ്റ് ചെയ്തു, അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യാനും അതിനുവേണ്ടി കാത്തിരിക്കാനും എഫേർട്ട് എടുക്കാനുമുള്ള ആ ഒരു സ്കില്ല്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കണം. അതെങ്ങനെയാണ്? നമ്മൾ കുട്ടികൾ സിനിമ കാണണം അല്ലെങ്കിൽ ടി വി കാണണം എന്ന് പറയുമ്പോൾ എന്നാൽ ഒരു 5 മിനിറ്റ് നീ പോയിരുന്ന് വായിക്ക്, എന്നിട്ട് ഞാൻ തരാം എന്ന് പറയും. ഒരു മിഠായി വാങ്ങിച്ചു തരാം എന്ന് പറയുമ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യേ, നീ ഒരു 5 മിനിറ്റ് വേറെ എന്തെങ്കിലും ചെയ്യേ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യേ, അത് കഴിഞ്ഞിട്ട് മിഠായി വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തരാം. അല്ലേ വേണ്ട, നമുക്ക് ഫസ്റ്റ് പരീക്ഷയ്ക്ക് ഒരു നല്ല മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാനൊരു പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തരാം. എല്ലാം അപ്പം സാധിക്കുന്നതിന് മുമ്പ് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം ഭയങ്കരമാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ക്ഷമ കുറയുന്നു എന്ന് പറയുന്നത് അവരുടെ പ്രശ്നമല്ല, അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയൊരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു
പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഒരു വളരെ മടിയനായിട്ടുള്ളൊരു ബ്രെയിനാണ്. ആ ബ്രെയിനിൻ്റെ പണിയെല്ലാം ഏതെങ്കിലുമൊക്കെ ഡിവൈസസിലേക്ക് തള്ളിവിടാനായിട്ട് ശ്രമിക്കും. അതിന് പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ജി പി എസ് വന്നപ്പോൾ മുതൽ ബ്രെയിൻ പറയുന്നു ഇത് മുതൽ സ്ഥലങ്ങൾ ഓർത്തു വെക്കാനുള്ള ജോലി GPS-ൻ്റെയാണ്. അതുകൊണ്ട് എന്താണ്, GPS ഉപയോഗിച്ചത് മുതൽ ആളുകൾ നമ്മൾ ഒരു സ്ഥലത്തൂടെ 10 തവണ പോയാലും വീണ്ടും GPS-നോട് ചോദിച്ചാലേ സ്ഥലം മനസ്സിലാവുകയുള്ളൂ. അതുപോലെ ഓട്ടോ കറക്റ്റ് സ്പെല്ലിങ്ങുകൾ നമ്മൾ മറന്നു പോയിരിക്കുന്നു. കാരണം അടിക്കുമ്പോഴേ തന്നെ ഫുൾ ഓട്ടോ കറക്റ്റിൽ വരും. അതുപോലെ ഫോൺ നമ്പർ, നമ്മുടെ തന്നെ രണ്ടാമത്തെ ഫോൺ നമ്പർ എന്ന് ഓർത്ത് വെക്കുന്നില്ല, കാരണം അത് മൊബൈലിലുണ്ട്. അതുപോലെ ഗൂഗിളിൽ കണ്ടെത്താമെന്ന് ഉറപ്പുള്ള ഒരു കാര്യവും നമ്മൾ ഓർത്ത് വെക്കുന്നില്ല, കാരണം അത് ഗൂഗിളിലുണ്ടല്ലോ, അപ്പോൾ അടിച്ചു നോക്കിയാൽ മതിയല്ലോ. അതിനാണ് ഗൂഗിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താണ് കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ്ങിൻ്റെ ഇഫക്റ്റാണ്. അപ്പോൾ കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ്ങിനെ ഇന്ന് രക്ഷപ്പെടാനുള്ളൊരു ടെക്നിക്കാണ് 15-minute റൂൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം, ഒരാളുടെ പേര് ഓർമ്മ വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ ഓർമ്മ വരുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചൊരു കാര്യം ഓർമ്മ വരുന്നില്ല, നമ്മൾ ഇമീഡിയറ്റ്ലി അത് എടുത്ത് നോക്കാതെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്കറിയാം ബ്രെയിൻ എഫേർട്ട് എടുക്കുന്നത് അത് ഓർത്തെടുക്കാൻ. അങ്ങനെ നമ്മൾ ആ പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂ ചെയ്താൽ ഈ ബ്രെയിനിൻ്റെ റിട്രീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും. നമ്മൾ എപ്പോഴും അപ്പം തന്നെ കൊടുക്കാതെ അവരെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനും ഒന്ന് റിസ്ട്രെയിൻ ചെയ്യാനും പഠിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സക്സസ്സിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ഓരോ പേരൻറ്റും, ജെൻ ആൽഫയുടെ ഓരോ പേരൻറ്റും ദിവസവും എന്താണ് 100 കണക്കിന് തവണ കേൾക്കുന്ന ഒരു വാക്കാണ്, എനിക്ക് ബോറടിക്കുന്നു, ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു, എനിക്ക് ബോറടിക്കുന്നു. അപ്പോൾ ഈ ബോറടി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് TV വെച്ച് കൊടുക്കും, നമ്മൾ അവർക്ക് മൊബൈൽ കൊടുക്കും, നമ്മൾ അവരുടെ കൂടെ കളിക്കും. പക്ഷേ അപ്പം ബോറടിക്കുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ സയൻറ്റിഫിക് റിസർച്ച് പ്രൂവ് ചെയ്യുന്നത് ബോറടി വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ബോറടിക്കുമ്പോഴാണ് ആൾക്കാർ ഇന്നോവേറ്റീവ് ആവുന്നത്, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഉദാഹരണത്തിന് JK റൗളിംഗ്, അവര് ഒരു ട്രെയിൻ ട്രെയിനിന് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ട്രെയിൻ മണിക്കൂറുകളോളം ഡിലേഡായി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിദൂരതയിലേക്ക് നോക്കിയിരുന്ന സമയത്താണ് അവർക്ക് ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ഒരു വിസാർഡ് കിഡിനെ കുറിച്ചുള്ള ഒരു ഐഡിയ തന്നെ വന്നത്, അതിൻ്റെ ഒരു സീഡ് കിട്ടിയത്. അതുപോലെ ന്യൂട്ടൻ്റെ ജീവിതത്തിൽ പ്ലേഗ് വന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് നാള് വീട്ടിൽ തന്നെ ഐസൊലേറ്റ് ചെയ്ത് അടച്ചിടപ്പെട്ടു. അദ്ദേഹം ഭയങ്കര ബോർഡായി. അങ്ങനെ ബോറടി മാറ്റാനാണ് അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഇൻഡൽജ് ചെയ്യുകയും കാൽക്കുലസും ഗ്രാവിറ്റിയും ഒപ്റ്റിക്സും പോലുള്ള കാര്യങ്ങളുമൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചത്. മിറാക്കിൾ ഇയേഴ്സ് എന്നാണ് ആ പ്ലേഗിൻ്റെ ഇയേഴ്സിൽ കുറിച്ച് ന്യൂട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ബോർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നോവേഷൻ്റെ ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു വളരെ ഫെർട്ടൈലായിട്ടുള്ള ഗ്രൗണ്ടാണ്. അപ്പം നമ്മൾ കുട്ടികളെ ബോറടിക്കാൻ അനുവദിക്കണം. നമുക്ക് അതിനുള്ളൊരു പേഷ്യൻസ് ഉണ്ടാവണമെന്ന് മാത്രം. ആദ്യം നമ്മളെ കുറച്ച് അവർ പെസ്റ്റർ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വളരെ രസകരമായ അവർ തന്നെ ഗെയിമുകൾ ഉണ്ടാക്കുന്ന കാണാം, അവർ തന്നെ കഥകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം, അവർ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ക്ഷമയില്ലായ്മയെ എങ്ങനെ നമ്മൾ ചാനലൈസ് ചെയ്ത് വിടുന്നു എന്നുള്ളതിലാണ് ആസ് എ പേരൻറ്റ് നമ്മുടെ കഴിവും നമ്മുടെ ആ ഒരു വൈഭവം ഇരിക്കുന്നത്. അതെ, ജെൻ ആൽഫ കിഡ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓൾവേസ് അവർ ആക്ച്വലി സ്ക്രീൻ ടൈം ഏറ്റവും കൂടെ യൂസ് ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഈ ഒരു ജെൻ ആൽഫ കിഡ്സ് എന്ന് പറയുന്നത്. ഈവൻ ഫുഡ് കഴിക്കണമെങ്കിൽ പോലും അവർക്ക് സ്ക്രീൻ വേണം. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാർട്ടൂൺ എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ബ്രെയിനിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു സ്ക്രീൻ ടൈം ആൽഫ കിഡ്സിന് ഏറ്റവും കൂടുതൽ ഏത് രീതിയിലൊക്കെയാണ് ബാധിക്കുന്നത് അവരെ? ഈ ജനറേഷൻ ആൽഫ അവര് ജനിച്ചു വീണത് തന്നെ സ്ക്രീനിൻ്റെ നടുക്കിലേക്കാണ്.
അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ റിയൽ ടൈം എന്ന് പറഞ്ഞൊരു ഡിസ്റ്റിങ്ഷൻ വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കണം. അപ്പോൾ ഈ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ എന്താണ് നമ്മളെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ സ്ക്രീനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ത് കാര്യത്തിലാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് സ്ക്രീൻ ക്വാണ്ടിറ്റി ആണോ സ്ക്രീൻ ക്വാളിറ്റി ആണോ, സ്ക്രീൻ ക്വാണ്ടിറ്റി ആണോ സ്ക്രീൻ ക്വാളിറ്റി ആണോ എന്നുള്ളത് എപ്പോഴും ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറേ കാണുന്നുണ്ടാവുള്ളൂ, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. ഒരുപാട് നേരം കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഡൂം സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിനകത്തുനിന്ന് ഒരു റിസൾട്ടും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഈ 2000 എന്താണ് ഓക്സ്ഫോർഡ് ഓരോ വർഷവും ബെസ്റ്റ് എന്താണ് വേർഡ് ഓഫ് ദി ഇയർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ 2024 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് പബ്ലിഷ് ചെയ്ത വാക്ക് ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞ വാക്കാണ്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അലസമായിട്ട് ഒരു എന്താണ് ഗുണവുമില്ലാതെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതിനെയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരു വളരെ എന്താണ് ടഫായിട്ടുള്ള ഒരു വർക്ക് ഡേ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മണിക്കൂർ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ കാണും, പക്ഷേ 1 മണിക്കൂർ ശേഷം എന്താ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് നോ നറിഷ്മെൻറ്റ്, സ്റ്റിമുലേഷൻ വിത്തൗട്ട് നറിഷ്മെൻറ്റ്, അതാണ് ബ്രെയിൻ റോട്ട്. നമ്മൾ കാണുന്നുണ്ട്, സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇൻ്റലക്ച്വലി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഈ സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നതിന് പകരം സ്ക്രീൻ ടൈമിൻ്റെ ക്വാളിറ്റി കൂട്ടുക, ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. എന്ത് കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, അത് നമ്മുടെ മാനേജ്മെൻറ്റിലെ ഒരു കോൺസെപ്റ്റാണ് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. അപ്പോൾ കാരണം നമ്മുടെ എന്താണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്താണെങ്കിൽ എന്ത് ഫീഡ് ചെയ്യുന്നോ ഇൻപുട്ടാണ്, അതിൻ്റെ ബേസിസിലാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ദ ക്വാളിറ്റി ഓഫ് ദ ഇൻപുട്ട് ഡിസൈഡ്സ് ദ ക്വാളിറ്റി ഓഫ് ദ ഔട്ട്പുട്ട്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ സ്ക്രീൻ ടൈമും. കുട്ടികളുടെ സ്ക്രീൻ ടൈമിൽ അവരുടെ അകത്തേക്ക് എന്ത് പോകുന്നോ അത് തന്നെയാണ് അവരുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ എന്താണോ അവരുടെ അകത്തേക്ക് പോകേണ്ടതെന്നുള്ളത് നമ്മൾ വളരെ ജുഡീഷ്യസ് ആയിട്ട് ആലോചിച്ചിട്ട് വേണം അത് ഡിസൈഡ് ചെയ്യാൻ. അത് സ്ക്രീൻ ടൈമിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അത് അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ സ്ക്രീൻ ടൈമുകളുടെ ഒരു എന്താണ് ചാർട്ട് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സർപ്രൈസിങ് ആണ്. 2 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിക്ക് സ്ക്രീൻ ടൈമേ പാടില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ആർക്കും 2 വയസ്സിന് താഴെയുള്ളൊരു കാര്യം ഓർമ്മയില്ല, അപ്പോൾ ഇമേജസ് ഒന്നും മനസ്സിൽ നിൽക്കില്ല, അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് കാര്യമില്ല. പിന്നെ 2-3 വയസ്സുള്ള കുട്ടികൾക്ക് 30 മിനിറ്റാണ് സ്ക്രീൻ ടൈം. അതും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കാർട്ടൂൺസ് ഒന്നും കാണിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ 3-5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 അവറാണ്. അതിൽ 30 സെക്കൻഡ് താഴെ ആയിരിക്കണം ഈ പറഞ്ഞ കാർട്ടൂണും കാര്യങ്ങളൊക്കെ. പിന്നെ 5 to 18 ഇയേഴ്സ് 2 മണിക്കൂറാണ്, ഇൻക്ലൂഡിങ് ഓൾ കോണ്ടെക്സ്റ്റ് സ്ക്രീൻ എക്സ്പോഷർ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾ കോണ്ടെക്സ്റ്റ് എന്ന് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും സ്ക്രീൻ ടൈം വരുന്നുണ്ട്, നമ്മൾ സിനിമ കാണാൻ പോകുമ്പോഴും സ്ക്രീൻ ടൈം വരുന്നുണ്ട്, വീട്ടിലും സ്ക്രീൻ ടൈം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 2 മണിക്കൂറേ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പിന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ സ്ക്രീൻ ടൈം ക്ലോസ് ചെയ്യണമെന്ന് നമ്മൾ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സ്ക്രീൻ ടൈം നമുക്ക് ഒരിക്കലും അവരിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. കാരണം ലേണിംഗ് ഈസ് ഡിജിറ്റൽ. അവർക്ക് ലാപ്ടോപ്പിലൂടെയാണ് ലേൺ ചെയ്യേണ്ടത്. സ്കൂളിൽ പോകുമ്പോൾ സ്മാർട്ട് ബോർഡ്സ് ഉണ്ട്. ഫ്യൂച്ചർ വർക്ക് ഈസ് ഓൾസോ ഒരു സ്ക്രീൻ ബേസ്ഡ് വർക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ ഹൗ ജുഡീഷ്യസ്ലി വി യൂസ് ഇറ്റ് എന്നുള്ളതാണ് അതിനകത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാച്ചി ആയിട്ടുള്ള സംഭവം. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ സ്ക്രീൻ ടൈമിൽ സംഭവിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഷോർട്ടായിട്ടുള്ള
വീഡിയോസാണ് ഇപ്പം നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. കാരണം ഓവർ സ്റ്റിമുലേഷനാണ്. ഓവർ സ്റ്റിമുലേഷനിലൂടെ നമ്മുടെ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡുള്ള റീൽസ് കാണുന്നു. വീഡിയോസിലാണെങ്കിലും വളരെ ഫാസ്റ്റ് ചേഞ്ചിങ് ആയിട്ടുള്ള ആനിമേഷൻസ് കാണുന്നു. അങ്ങനെ ഭയങ്കര ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രെയിനിന് സംഭവിക്കുന്നത് നമുക്ക് പിന്നെ ഒരു സാധാരണ സിറ്റുവേഷനിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് മാറും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാംബ്ലിങ്ങിൽ കാസിനോസിലൊക്കെ സ്ലോട്ട് മെഷീനിൽ ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം രണ്ട് ടൈപ്പ് റിവാർഡ്സ് ഉണ്ട്. വേരിയബിൾ റിവാർഡും പിന്നെ കൺസിസ്റ്റൻറ്റ് റിവാർഡ്. അപ്പോൾ നമ്മൾ ഇതൊരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പം ഒരു എലിക്ക് ഒരു കൂട്ടിലിട്ടിട്ട് ഒരു ലിവർ കൊടുത്തു. അപ്പോൾ ആ ലിവറിൽ ഞെക്കുമ്പോൾ ഒരു ഇത് കിട്ടും, ഫുഡ് കിട്ടും, പെല്ലറ്റ് കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് ഞെക്കുമ്പോൾ പെല്ലറ്റ് കിട്ടുമ്പോൾ എലി അവിടെ ചെയ്യും. പക്ഷേ അവർ ആ എക്സ്പെരിമെൻ്റ് ഒന്ന് മാറ്റി നോക്കി. ഒരു വട്ടം ഞെക്കിയപ്പോൾ കിട്ടി, പിന്നെ 3-4 വട്ടം ഞെക്കിയപ്പോഴാണ് പിന്നെയും കിട്ടിയത്, പിന്നെ ഒരു 5-6 വട്ടം ഞെക്കിയപ്പോൾ പിന്നെയും കിട്ടി. ഇങ്ങനെ വേരിയബിൾ ആയിട്ട് കൊടുത്തപ്പോൾ എലി ഞെക്കിക്കൊണ്ടേയിരുന്നു. കാരണം എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് കാസിനോസിലെ ഗാംബ്ലിങ്ങിൽ സ്ലോട്ട് മെഷീനിൽ. കാരണം എപ്പോഴാണ് കിട്ടുക എന്നറിയാത്തതുകൊണ്ട് എപ്പോഴും നമ്മൾ കളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ സ്ക്രീൻ ടൈമിലും ഇതിങ്ങനെ നമ്മൾ വേരിയബിൾ റിവാർഡ് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സ്ക്രീൻ ടൈമിലെ സ്ക്രീൻ ക്വാളിറ്റിയാണ് അതിൻ്റെ അകത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ക്യാച്ച് ഉള്ളത്, കുട്ടികൾ നമ്മൾ പറയുന്നതല്ല ചെയ്യുക, നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുക. അപ്പോൾ കുട്ടികൾ സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്ന് പേരൻസിന് നിർബന്ധമുണ്ടെങ്കിൽ ആദ്യം പേരൻസ് എന്ത് ചെയ്യണം? അവർ സ്ക്രീൻ ടൈം കുറയ്ക്കണം. നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് അവരോട് മൊബൈൽ ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു കഥയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ റോൾ മോഡൽസ് പേരൻസ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്ക്രീൻ ടൈമിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇനിയിപ്പം ജെൻ ആൽഫ കിഡ്സിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഓരോ പേഴ്സ്പെക്റ്റീവിലേക്ക് അവരുടെ ഓരോ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ആക്ച്വലി നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്നതാണ് കുട്ടികൾ അത്രയും നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളത്. അവരുടെ പഠനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ജെൻ ആൽഫ കിഡ്സ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അറ്റൻഷൻ അവർ ഡൈവേർട്ട് ആവുന്നത്? ആദ്യത്തെ കാരണം അവർ മൾട്ടി സെൻസറി ലേണേഴ്സാണ്. അവരൊരുപാട് ചാനൽസിലൂടെയാണ് ലേൺ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരു മോഡിൽ തന്നെ ചാനലിലൂടെ തന്നെ റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് അത് അത്ര താല്പര്യമാണെന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രെയിനാണ്. അവർ റീൽസും ഈ പറഞ്ഞ ഹൈലി ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കണ്ട് ഒരു 2x മോഡിൽ പോകുന്ന ഒരു ബ്രെയിൻ ക്ലാസ്സിലൊരു ടീച്ചർ വന്ന് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു 0.5x പോകുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബോർഡം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ പ്രൈമിലോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലോ ഒക്കെ ബോറടിക്കുമ്പോൾ അപ്പോഴേ തന്നെ നമ്മൾ 2x 3x ഇട്ട് കാണും. നമുക്ക് പോലും അത് ആ ബോർഡം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ഫുൾ ഡേ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. നമ്മുടെ ഒരു ഹ്യൂമൻ്റെ ആവറേജ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ സാധാരണ എൻ്റെ ക്ലാസ്സുകൾ ചോദിക്കാറുള്ളതാണ്. പലരും പറയും 30 മിനിറ്റ്സ് 20 മിനിറ്റ്സ് 10 മിനിറ്റ്സ് എന്നൊക്കെ. പക്ഷേ ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് 8 സെക്കൻഡ്സ്. ഓരോ 8 സെക്കൻഡിലും നമ്മുടെ അറ്റൻഷൻ ഇങ്ങനെ ഫ്രാഗ്മെൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ അത്രയും സ്മോൾ അറ്റൻഷൻ സ്പാനിലാണ് നമ്മുടെ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗോൾഡ് ഫിഷിൻ്റെ അറ്റൻഷൻ സ്പാൻ 9 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു യൂസേജ് ഉണ്ട്, ആസ് ഡംബ് ആസ് എ ഗോൾഡ് ഫിഷ്. അപ്പോൾ ആസ് എ സ്പീഷീസ് അറ്റൻഷൻ സ്പാൻ നോക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഡംബർ ദാൻ എ ഗോൾഡ് ഫിഷ്. ഇത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഉദാഹരണത്തിന് ഗൂഗിൾ ഈ അടുത്തൊരു സ്റ്റഡി നടത്തി.
അപ്പോൾ അവർ കണ്ടുപിടിച്ചത് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്യാം. പക്ഷേ ആ വെബ്സൈറ്റിൽ ഒരാൾ കയറി 10 സെക്കൻഡിനുള്ളിൽ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് പോകും. സോ ദ ആവറേജ് ടൈം ദാറ്റ് പീപ്പിൾ സ്റ്റേ ഇൻ ദാറ്റ് വെബ്സൈറ്റ് ടു ഡിസൈഡ് വെദർ ടു സ്റ്റേ ഇൻ ദ വെബ്സൈറ്റ് ഓർ നോട്ട് ഈസ് 10 സെക്കൻഡ്സ്. അതുപോലെ നമ്മുടെ ടെലിവിഷൻ, ആൾക്കാർ ടെലിവിഷൻ കാണുമ്പോൾ ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നു. ആൾക്കാർ ഒരു സെക്കൻഡ് ഓർ തേർഡ് സ്ക്രീൻ ഉപയോഗിക്കുന്നു, മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിക്കുന്നു. അപ്പം എൻ്റെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിവിഷൻ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ഡിസ്ട്രാക്ഷൻ വിതിൻ ദ ഡിസ്ട്രാക്ഷൻ വേണം. കാരണം ടെലിവിഷൻ കണ്ടിട്ട് അതിനകത്തെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ചാനൽ മാറ്റും. ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ മൊബൈൽ നോക്കും, മൊബൈലും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് നോക്കും. അപ്പം അത്രത്തോളം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടൊരു വേൾഡിലാണ് നമ്മൾ ലീവ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ പോലും നമുക്ക് പിടിച്ചിരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ലോകത്തിലെ വലിയൊരു ന്യൂനതയായിട്ടാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു വാക്ക് തന്നെ സൈക്കോളജിസ്റ്റുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്, ഫബിങ്. ഫബിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇഗ്നോറിങ് ദ പേഴ്സൺ സിറ്റിംഗ് നെക്സ്റ്റ് യു ടു യുവർ മൊബൈൽ ഫോൺ. ഇറ്റ്സ് എൻ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട മാതാപിതാക്കളോ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ നമ്മുടെ കൂടെയുണ്ട്, പക്ഷേ നമ്മുടെ ശ്രദ്ധ മൊത്തം നമ്മുടെ മൊബൈൽ ഫോണിലാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെയുണ്ട്, പക്ഷേ നമ്മൾ അവരുടെ കൂടെയില്ല എന്നുള്ളത്. അപ്പോൾ ആ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടൊരു വാക്കില്ല എന്ന് അവർ മനസ്സിലാക്കുകയും അത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടിയാണ് അവർ ഫബിങ് എന്നൊരു വാക്ക് തന്നെ രൂപപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു അറ്റൻഷൻ, ശ്രദ്ധ കൊടുക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഈ പറഞ്ഞ ഓവർ സ്റ്റിമുലേഷൻ വഴി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഈ പറഞ്ഞ റീൽസ് കാണുന്ന ഒരു കുട്ടി, സോഷ്യൽ മീഡിയയിലെ സ്പീഡും ആ ഒരു സ്റ്റിമുലേഷനും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കുട്ടിക്ക് ക്ലാസ് റൂമിൽ അത് കൊടുക്കാനായിട്ടുള്ള ആ ഒരു സ്കില്ലും എക്സ്പെർട്ടീസും പിന്നെ ആ ഒരു എൻവയോൺമെൻറ്റും അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കാതെ വരുമ്പോഴാണ് കുട്ടികൾ ക്ഷമയില്ലാതെ അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നു എന്നൊക്കെ ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ലേണിംഗ് അത് നമ്മൾ ഒന്നും കൂടി റീഇൻവെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു മണിക്കൂറിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു അറ്റൻഷൻ സ്പാൻ വരച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാറ്റോ പോലെ ആയിരിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ മുകളിലോട്ട് പോകും, പിന്നെ താഴോട്ട് വരും, പിന്നെ താഴെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അത് ഒരു ബെൽക്കർവ് പോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു തമാശ പറയുകയോ, ഒരു ആക്ടിവിറ്റി കൊടുക്കുകയോ, ഒരു ചോദ്യം ചോദിക്കുകയോ, ഒരു സ്റ്റോറി പറയുകയോ ചെയ്ത് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ അവരുടെ അറ്റൻഷൻ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ കോഴ്സസൊക്കെ എപ്പോഴും മൈക്രോ ലേണിംഗ് കോൺസെപ്റ്റിലാണ് അവരത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്മോൾ നഗറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ, ക്യാപ്സ്യൂൾ ഫോമിലാണ്. എല്ലാം 3 മിനിറ്റ് 5 മിനിറ്റുള്ള വീഡിയോസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പാഠഭാഗങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ അവരുടെ അറ്റൻഷൻ സ്പാനിനെ അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് അത് അവർക്ക് ഫീഡ് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മളത് നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ടീച്ചേഴ്സിന് അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുക. സോ ക്ലാസ് റൂം ഒന്നുകൂടെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് എടുക്കേണ്ടി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ 2025 നമ്മുടെ ബഡ്ജറ്റിൻ്റെ കൂടെ ഒരു എക്കണോമിക് സർവേ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രതിപാദനം ഉണ്ടായിരുന്നു. അപ്പം അതിൽ പറയുന്നത് 10.6% ആളുകൾക്ക് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്കുള്ള മെൻ്റൽ ഇഷ്യൂസിനെ കുറിച്ചും അതിനകത്ത് ഒന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം മെയിൻലി 3 കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കുട്ടികളിലെ മാനസികാരോഗ്യത്തെക്കുറിച്ച് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുട്ടികൾക്ക് എപ്പോഴും കൂട്ടുകാരെ ഒക്കെ വേണം, എപ്പോഴും ആൾക്കാരുമായിട്ട് ഇടപെടുന്നതായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയ കൂട്ടുകാരെന്ന് പറയുന്നത് ഡിവൈസസ് ആണ്. അപ്പോൾ ഒരു ഡിവൈസ് കിട്ടിയ ആ കുട്ടി മണിക്കൂറുകളോളം റൂമിനകത്ത് അടച്ച് ഇരുന്നോളും. അപ്പോൾ ആളുകളുമായിട്ട് ഇടപെടാനുള്ള ആ ഒരു താല്പര്യം കുട്ടികളിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ സോഷ്യൽ ഐസൊലേഷൻ ഒരു വലിയ ഇഷ്യൂ ആണ്. അതുപോലെ രണ്ടാമത്തേത് ഉറക്കമാണ്.
ഈ പറഞ്ഞ 1947 നമ്മുടെ വീട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഒരാൾ ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു 8 മണിയാകുമ്പോഴാണ്. കാരണം അന്ന് കറണ്ടൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ നേരത്തെ കിടന്നുറങ്ങും, നേരത്തെ എഴുന്നേക്കും. രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് ഒരാൾ അയാളുടെ ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകും. പിന്നെയാണ് കറണ്ട് വരുന്നതും 1980-കളിലൊക്കെ ആൾക്കാർ ഉറങ്ങുന്നത് ഒരു 9 മണിയൊക്കെ ആയിട്ട്, 9 മണിക്ക് 10 മണിക്കൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ, കുട്ടികളൊക്കെ ഉറങ്ങുന്നത് ഒരു 3 മണി 4 മണിയൊക്കെ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഉറങ്ങി. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു സ്കൂളുകളുടെ ടൈമിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അത് 9 മണിക്കൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഉറക്കം കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺസോളിഡേഷൻ ഓഫ് നമ്മുടെ ഉറക്കം കിട്ടാതെ വരുമ്പോൾ ഒരു പ്രശ്നം പറ്റുന്നത് കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ കൃത്യമായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആവാതെ പോകും. അപ്പോൾ ഈ പറഞ്ഞ പഠിത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഉറക്കക്കുറവ് കൊണ്ട് സംഭവിക്കും. അതുപോലെ ബ്രെയിനിലെ ഒരുപാട് മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യപ്പെടുന്നതും ഈ ഉറക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ കൃത്യമായ ഉറക്കം കിട്ടാത്തത് കൊണ്ട് ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ അതിനകത്ത് പ്രതിപാദിക്കുന്ന കാര്യമാണ് അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ. എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് കണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആവുകയും ഈ പറയുന്നത് പോലെ ഫോക്കസ് ചെയ്ത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ അവർ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിക്കുക, ബുക്ക് വായിക്കുക, അതുപോലെ സംസാരിക്കുക, അങ്ങനെ വളരെ ശ്രദ്ധ വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ ബുദ്ധിമുട്ടുന്നതായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അധ്യാപകരും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം കുട്ടിയുടെ പഠനത്തെ വളരെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ.